കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പ്രാണപ്രിയനെ, ഈ മനോഹരമായ വിശുദ്ധ ദിവസം ഈ വിശുദ്ധിയുടെ ആരാധനയിൽ നിന്നുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുമായി അങ്ങ് വില കൊടുത്ത് വാങ്ങിച്ച, അങ്ങയുടെ രക്തത്താൽ സമ്പാദിച്ച, അങ്ങയുടെ ആടുകളുമായി ചേർന്ന് നിന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ, ഈ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുവാൻ, ഇവർ പോകുന്ന വഴികൾക്കായി പ്രാർത്ഥിക്കുവാൻ, ഇവർ പോകുന്ന ഇടങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ, ഇവരെ കാണുന്ന വ്യക്തി ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ, ഇവർ കയറുന്ന വാഹനങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ, ഇവർ പോകുന്ന പുൽപ്പറ്റുകൾക്കായി പ്രാർത്ഥിക്കുവാൻ, ഇവർ വാർക്കുന്ന ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരവസരം നൽകിയതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാളുകളായി ദൈവസഭയുടെ പ്രാർത്ഥന, നാളുകളായി ദൈവമക്കളുടെ പ്രാർത്ഥന, നാളുകളായി മാതാപിതാക്കളുടെ പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ദൈവം കേട്ടത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അർഹിക്കാത്ത നന്മകളെ ചെയ്തു തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. അർഹിക്കാത്ത ഭക്ഷണങ്ങളെ കാണുവാൻ, കുടിച്ചിട്ടില്ലാത്ത കണ്ണുകളിൽ കുടിക്കുവാൻ, നട്ടിട്ടില്ലാത്ത വൃക്ഷങ്ങളുടെ ഫലം തിന്നുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദേശത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ നിങ്ങൾ എന്റെ സാക്ഷികളാകവേ എന്ന് പറഞ്ഞ ദൈവശബ്ദത്തിന് നടുവില് ഈ പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ അഭിഷക്തനായി പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ അഭിഷക്തനെ ഞാൻ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. മടങ്ങി വരുന്ന ദൈവസാന്നിധ്യം മടങ്ങി വരുമ്പോൾ ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണം. കടന്നു പോകുമ്പോൾ ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണം. താൻ ഇവിടെ മടങ്ങി വരുന്ന സമയം വരെ കുറഞ്ഞു പോകുവാൻ, ആരിലൊന്നും വീണ് പോകുവാൻ, ആരുടെയും മുഖം കാണാതെ വേണ്ടായിരിക്കാൻ ദൈവം അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. താൻ ഇവിടെ വരുമ്പോൾ വ്യത്യസ്തമായ ഒരു ആത്മീയ അനുഗ്രഹത്താൽ, വ്യത്യസ്തമായ ഒരു കൂട്ടങ്ങളാൽ സമയവിടാതെ ദൈവത്തെ ആരാധിക്കുന്നത് തന്റെ കൺമുമ്പിൽ കാണുവാൻ തക്കവണ്ണം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് കാണുവാൻ, എല്ലാവരും സമൃദ്ധരായിരിക്കുന്നത് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുവാനാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ഭക്തരെ ഞങ്ങൾ പിതാവിന്റെയോ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. തന്റെ വായിലെ വാക്കുകൾക്ക് ശക്തി വ്യാപരിക്കണം. തന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ശക്തി ധരിക്കണം. ഇന്ന് പകൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മൂർച്ചയുള്ള ഒരു ശക്തമായ ആയുധമാക്കി കഴിഞ്ഞ കാലങ്ങളിൽ അനേക പോയ പട്ടണമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ കടന്നുപോയ പുൽപ്പെട്ടുകളിൽ താൻ എന്നെക്കാൾ ശക്തനായി ശുശ്രൂഷിപ്പാൻ ഒരു പുതിയ ശക്തിയോടെ, ഒരു പുതിയ വീഞ്ഞു കുടിച്ചവനാൽ താൻ അവിടെ ശുശ്രൂഷിക്കുന്നത് കാണുവാൻ, കേൾക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ദാസനെ, ദൈവത്തിന്റെ അപ്പോസ്തലനെ, ക്രിസ്തുവിന്റെ അപ്പോസ്തലനെ, ഞങ്ങളുടെ സഭയുടെ അപ്പോസ്തലനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായി കടന്നു പോകുന്ന നമ്മുടെ പ്രിയദാസിക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ കൂടെ കടന്നുപോയി തനിക്ക് വേണ്ടത് കൈത്താങ്ങലുകൾ കൊടുക്കുക. ഈ പ്രിയപ്പെട്ടവരുടെ പ്രായത്തിലുള്ള പലരും അവരെ ആ ദേശം കാണുവാൻ ആഗ്രഹിച്ചിട്ട് കാണാതെ കഴിഞ്ഞപ്പോൾ ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയ തോമസിന്റെ വയലിനായി ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. വേണ്ടുമ്പോൾ കതിരുകളെ പറകെ താൻ സന്തോഷത്തോടെ മടങ്ങി വരുവാൻ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ മുദ്രവെച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി താൻ ബലപ്പെട്ടിരിക്കട്ടെ, ശാരീരികമായി താൻ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കട്ടെ, ശാരീരികമായി താൻ സന്തോഷിക്കട്ടെ. ദൈവം തനിക്ക് കൊടുത്തേക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ആ പട്ടണത്തിൽ ശുശ്രൂഷിപ്പാൻ ഒരു ബെര്യാമിനെ പോലെ, ഒരു പസ്കലിയെ പോലെ ശുശ്രൂഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഒരു രോഗം തന്നെ അനുഗണിക്കുവാൻ സ്വർഗം അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ നിങ്ങളുടെ വിശുദ്ധകരം ഉയർത്തിപ്പിടിച്ചാൽ PC നായിക്കിന്റെ മീറ്റിംഗിന് ദൈവങ്ങൾ കൊടുത്താൽ കണക്റ്റിക്കട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് PC നായിക്കിന്റെ മീറ്റിംഗ് 4, 5, 6, 7
രീതികൾ നടക്കുന്ന മീറ്റിങ്ങുകളെ വിശുദ്ധ കരം ഉയർത്തി പഠിച്ചു.